അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ വേദനയോടുകൂടെയാണ് നാം എല്ലാവരും ആ വാർത്ത കേട്ടത്. മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ മകനും സംസ്ഥ കേന്ദ്ര മുഷാവറ അംഗവും ദക്ഷിണ കന്നഡ സംയുക്ത ജമാഅത്ത് ഖാദിയും അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹിയുമായ സയ്യിദ് ഫളൽ കോയമ്മത്തങ്ങളുടെ വിയോഗം എല്ലാവരെയും വേദനിപ്പിക്കുന്നതായിരുന്നു. ഇന്നലെ രാത്രി വരെ മഹാനവറുകൾ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകുകയും മരണത്തിനെക്കുറിച്ച് നല്ല ഉപദേശം നൽകുകയും ചെയ്ത മഹൽ വ്യക്തിത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരോടൊന്നിച്ച് സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആ തങ്ങളെക്കുറിച്ച് മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് എഴുതിയ വരികളാണ് വായിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ളാൾ തങ്ങളുടെ മകനും സംസ്ഥ കേന്ദ്ര മുഷാവറ അംഗവും ദക്ഷിണ കന്നഡ സംയുക്ത ജമാഅത്ത് ഖാദിയും അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹിയുമായ സയ്യിദ് ഫളൽ കോയമ്മത്തങ്ങളുടെ വിയോഗം ഏറെ വേദനിപ്പിക്കുന്നതാണ്. കർമ്മമേഖലയായ കർണാടകയിലെ ഖുറാ പ്രദേശത്തിൻ്റെ പേരിലാണ് തങ്ങൾ അറിയപ്പെടുന്നത്. ദക്ഷിണ കന്നഡ ഖുറത്തിലെ സയ്യിദ് ഫളൽ ഇസ്ലാമിക് സെൻറ്റർ കേന്ദ്രീകരിച്ച് ദീർഘകാലം മതവൈജ്ഞാനിക ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന തങ്ങൾ കേരളത്തിലെയും കർണാടകയിലെയും സുന്നി മുന്നേറ്റത്തിൽ വലിയ ആവേശം കാണിച്ചു. സംസ്ഥയുടെയും കീഴ്ഘടകങ്ങളുടെയും പദ്ധതികൾക്കും പരിപാടികൾക്കും മാർഗനിർദ്ദേശവും നേതൃത്വവും നൽകുകയും ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസികൾക്ക് അഭയമാവുകയും ചെയ്തു. സംസ്ഥ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ദക്ഷിണ കന്നഡ സംയുക്ത ജമാഅത്ത് ഖാദി, ജാമിയ സഅദിയ അറബിയ ജനറൽ സെക്രട്ടറി, ഇട്ടിക്കുളം താജുൽ ഉലമ എഡ്യൂക്കേഷണൽ സെൻറ്റർ ജനറൽ സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിക്കുകയായിരുന്നു. ജാതി മത ഭേദമന്യേ ഉത്തര കേരളത്തിലെയും ദക്ഷിണ കന്നഡയിലെയും അനേകായിരം ജനങ്ങൾക്ക് വലിയ ആശ്രയവും ആശ്വാസവുമായിരുന്നു ഖുറാ തങ്ങൾ. താജുൽ ഉലമയുമായി വ്യക്തിപരമായി എനിക്കുണ്ടായിരുന്ന ബന്ധം വളരെ അടുത്തുനിന്ന് വീക്ഷിച്ച ഒരാൾ എന്ന നിലയിൽ പിതാവിൻ്റെ വിയോഗശേഷം ആ അടുപ്പം കാത്തുസൂക്ഷിക്കാൻ ഖുറാ തങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇടയ്ക്കിടെ സന്ദർശിച്ചും വൈജ്ഞാനികവും പ്രാസ്ഥാനികവും ആത്മീയവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും ഞങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെട്ടു. കഴിഞ്ഞ ബുധനാഴ്ച മർക്കസിൽ വച്ചാണ് ഞങ്ങൾ അവസാനമായി നേരിൽ കണ്ടത്. ഉപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ ദീർഘനേരം സംസാരിച്ചും ഒരുമിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചും പ്രാർത്ഥിച്ചുമാണ് തങ്ങൾ അന്ന് പോയത്. യാത്ര പറഞ്ഞിറങ്ങുന്നതിന് മുമ്പ് എൻ്റെ റൂമിൽ വന്ന് പിതാവ് താജുൽ ഉലമയോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ പങ്കുവെക്കുകയും ശൈലികളിലും രീതികളിലും ഞങ്ങൾക്കിടയിലെ സാമ്യതകൾ സ്നേഹത്തോടെ പറയുകയുമുണ്ടായി. ഉള്ളാൾ സയ്യിദ് മദനി ദർഗാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സയ്യിദ് മദനി ശരിയാത്ത് കോളേജിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിൽ ഇന്ന് വൈകുന്നേരം തങ്ങളോടൊപ്പം പങ്കെടുക്കാനിരിക്കെയാണ് ഈ വിയോഗം ഉണ്ടായത് എന്നത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു. മഹല്ലുകളിലും സ്ഥാപനങ്ങളിലും തങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കണമെന്നും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് എട്ടിക്കുളം തഖ്വ ജുമാ മസ്ജിദിലും രാത്രി 7 മണിക്ക് ഉള്ളാളിലും 9 മണിക്ക് ഖുറത്തിലും നടക്കുന്ന ജനാസ നിസ്കാരങ്ങളിലും മറ്റും ഏവരും ഭാഗവാക്കാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സയ്യിദരുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും പരലോക ജീവിതം സന്തോഷകരമാക്കുകയും ചെയ്യട്ടെ. കുടുംബാംഗങ്ങൾക്ക് ക്ഷമയും സമാധാനവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.